ഇന്ന് നമുക്കേ ഒരു പിടി വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ നല്ലൊരു ഒഴിച്ചു കൂട്ടാൻ കറി തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ചോറിനും ചപ്പാത്തിക്കും മാത്രമല്ല എന്തിൻ്റെ കൂടെ കഴിക്കുന്നതിനും ഈ ഒരു കറി ധാരാളമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയും മുമ്പ് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറഞ്ഞ പോലെ ഒരു പിടി വെണ്ടയ്ക്കയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 10-13 ഉണ്ട്, വലുതും ചെറുതും ഒക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ വട്ടത്തിലൊക്കെയാണ് ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു ചട്ടിയിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് നമ്മുടെ കറിക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. എണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടായി വന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കഷ്ണങ്ങളെല്ലാം കൂടെ ആദ്യം തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെണ്ടയ്ക്കയിലെ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറിയിട്ട് അതിൻ്റെ ആ നൂല് പോലത്തെ വലിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറി നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 3-4 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. എങ്കിലാണ് കറിയിലേക്ക് നമ്മൾ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുമ്പം, അതിപ്പോൾ വെണ്ടയ്ക്ക ചേർക്കുന്ന ഏതൊരു കറിക്കാണെങ്കിലും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വഴുവഴുപ്പ് കുറഞ്ഞു കിട്ടും കേട്ടോ. അത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. പണ്ടും എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാ അങ്ങനെ വെണ്ടയ്ക്ക അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഒരുമിച്ചിട്ട് ചെയ്താൽ പോരെയെന്ന്. അങ്ങനെ വേണേലും ചെയ്യാം, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു 3-4 മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി മുറിച്ചെന്നൊക്കെ വേണമെങ്കിൽ പറയാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനെ പകത്തൊരു പാത്രത്തിലേക്ക് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചട്ടിയിലേക്ക് തന്നെയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു കുറച്ച് കടുകൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടി വന്നോട്ടെ. അതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം, പെരുംജീരകം എന്ന് പറയത്തില്ലേ, ആ ഒരു ജീരകം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്വല്പം മാത്രം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കറിവേപ്പില ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട്. ശേഷം അതിലേക്ക് ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ചതച്ച് വെച്ചിരിക്കുന്നത്. വെളുത്തുള്ളി നമ്മൾ 4-5 കൊച്ചു അല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടിയാണ് ചതച്ച് ചേർത്തിരിക്കുന്നത്. അതും കൂടി ആ എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കൂടാതെ എരിവിന് ആവശ്യത്തിനനുസരിച്ചുള്ള പച്ചമുളക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ എരിവ് വളരെ കുറച്ച് മാത്രമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണേലും ചേർത്ത് കൊടുത്തോളൂ, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു സവോള പൊടിപൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. മീഡിയം സൈസിലുള്ള സവോളയാണ് നമ്മളിതിലേക്ക് പൊടിപൊടിയായിട്ട് ഉള്ളത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. സവോളയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. കൂടാതെ ഒരു നുള്ളുപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവോളയ്ക്കകത്ത് ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാനായിട്ട് എളുപ്പമുണ്ടാവും. നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളറ് ഏകദേശം ആവുന്നിടം വരെ വേണം ചെയ്തെടുക്കാനായിട്ട്. മൂടി വെച്ച് റെഡിയാക്കി എടുക്കണ്ട, തുറന്ന് വെച്ചിട്ട് തന്നെ വേണം അതിൻ്റെ അകത്തെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് നല്ല രീതിയിലൊന്ന് ആക്കിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ സവോളയും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ഏകദേശം ഒക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യമായിട്ട് അതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാറുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഏത് പൊടി വേണേലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് പൊടികൾ അത്രയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ ഒരു സമയത്ത് തക്കാളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ പൊടിപൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. തക്കാളിയും സവോളയും ഇതെല്ലാം കൂടെ മസാലക്കൂട്ടിലേക്ക് ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക, അതിലൊന്ന് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ശേഷം ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ചട്ടിയിലായതുകൊണ്ട് തന്നെ ഒന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളിയുടെ തൊലികളൊക്കെ ഒന്ന് പൊളിഞ്ഞ് വരുന്ന, ഉടഞ്ഞു വരുന്ന ഒരു പരുവമുണ്ടല്ലോ, ആ ഒരു പരുവമാണ് പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 3-4 മിനിറ്റിന് ശേഷം നമ്മൾ ഒന്നുകൂടെ ഒന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഞാനിവിടെ വേവിച്ച് തന്നെയാണ് എടുത്ത് വെച്ചിരുന്നത്. വേവിക്കാതെ വേണേലും നമുക്ക് എണ്ണയിലിട്ട് ഈ വെണ്ടയ്ക്കയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് മുറിച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ വേവിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കുഞ്ഞു കഷ്ണങ്ങളുണ്ടല്ലോ, അതും കൂടെ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി മസാലക്കൂട്ടിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതെല്ലാം കൂടെ ഈ മസാലക്കൂട്ടുകളും വെണ്ടയ്ക്കയും അതുപോലെ ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്
സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഇൻ ഓപ്ഷൻ ഓൺ ചെയ്ത് വെക്കണം. എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ കേട്ടോ. ഒരുപാട് റെസിപ്പീസ് നമ്മൾ കുട്ടി റെസിപ്പീസ് ആണെങ്കിൽ പോലും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കാണാത്തവരുണ്ടെങ്കിൽ ചാനലിലൊന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മളതെല്ലാം കൂടെ ഒന്ന് മസാലക്കൂട്ടിലിട്ട് വഴറ്റിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ സാധാ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇത്തിരി വെള്ളം കൂടുതലാണ് ചേർത്തിരിക്കുന്നത്, കാരണം കറിക്ക് നമുക്ക് ഇത്തിരി ഗ്രേവി കൂടുതൽ വേണമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഒഴിച്ചിട്ട് ഉപ്പും കൂടെ നോക്കുക. നമ്മളധികം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഉപ്പും കൂടെ ഒരു സ്വല്പം കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇന്ന് വേണമെന്നില്ല. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. തേങ്ങ കൂടുതലൊക്കെ വീട്ടിലുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ തനിപ്പാൽ പിഴിഞ്ഞെടുത്ത് നന്നായിട്ട് എടുക്കാം. നമുക്കിപ്പോൾ ഇവിടെ തേങ്ങ കുറവായതുകൊണ്ട് തന്നെയാണ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇത്തിരി വെള്ളം കൂട്ടിയുള്ള തേങ്ങാപ്പാൽ ആണ് എടുത്തിരിക്കുന്നത്. തനിപ്പാൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചിട്ട് നന്നായിട്ട് വെള്ളം കൂട്ടിയിട്ട് ഒന്ന് തേങ്ങയൊക്കെ ഒന്ന് പിഴിഞ്ഞ് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പാലെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ കറി നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അത്യാവശ്യം ശരിക്കും പറഞ്ഞാൽ ഗ്രേവി ഈ ഒരു പാകത്തിന് വേണമെങ്കിലും മതി. പറഞ്ഞല്ലോ, കറിക്കൊക്കെ നമ്മൾ ചപ്പാത്തിക്കോ അല്ലെങ്കിൽ ചോറിനൊക്കെ ആണെങ്കിലും ചിലപ്പോൾ ചിലയിടത്തൊക്കെ ഇച്ചിരി ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവമാണ് പാകം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മളതിലേക്ക് ഇട്ടിരിക്കുന്ന ആ ഒരു ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടല്ലോ, വേണമെങ്കിൽ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. കുട്ടികളൊക്കെ കഴിക്കുന്ന വീടുകളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കഷ്ണങ്ങളൊന്നും അവർ പെറുക്കി മാറ്റി വെക്കത്തില്ല. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ഇതെല്ലാം ചെയ്തു വെക്കുന്നുണ്ട്. എല്ലാ വീഡിയോകളിലും തന്നെ പറയുന്നതാണ്, എന്നാലും പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റൗ ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് ചെറുതായിട്ടൊരു തിളയുണ്ട്, കുഴപ്പമില്ല. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലുണ്ടല്ലോ, അതും കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു കാരണവശാലും തിളപ്പിക്കരുത്, പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകും. ചെറുതായിട്ടൊന്ന് ചൂടാക്കി മാത്രം എടുത്തിട്ടുണ്ടായിരുന്നാൽ മതിയാവും. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്തിരിക്കുകയാണ്. ആ ചട്ടിയുടെ ഒരു ചൂടുണ്ടല്ലോ, വേണമെന്നുണ്ടെങ്കിൽ ഓൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഒന്നുകൂടെ രണ്ടാമത് ചെറുതായിട്ടൊന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നിനുമല്ല, നമ്മളൊരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരു 1-2 മിനിറ്റ് നമുക്കൊന്നുകൂടെ ഒന്ന് ചൂടാക്കി മാത്രം ഒന്ന് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കറി ഏകദേശം ഒന്ന് ചൂടായും കൂടെ വന്നിട്ടുണ്ട്. അപ്പം ഇച്ചിരി കൂടെ ഗ്രേവി വേണമെങ്കിൽ കുറയാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിന് റെഡിയാക്കി നമുക്ക് എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് ചൂടായതിന് ശേഷം ഒന്ന് നമുക്ക് ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മല്ലിയില ഒരു പൊടിക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്, വളരെ ഹെൽത്തിയുമാണ്. പോരാത്തതിന് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് തയ്യാറാക്കിയോണ്ട് അടിപൊളിയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ വീണ്ടും കാണുമ്പോൾ ടാറ്റാ.